ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ കൃഷ്ണ. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ ആയി എൻ്റെ ചാനലിലൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോഴാണ് എനിക്ക് സാഹചര്യമൊക്കെ ഒത്തു വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയ വീഡിയോസൊക്കെ എടുക്കാം എന്ന് ഞാൻ ആലോചിച്ചത്. എനിവേ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ രണ്ടാമത് പോസ്റ്റ് ചെയ്ത എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്ന കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോ? ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ചു. നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള വീഡിയോസാണ്. അപ്പം പേഴ്സണലി എൻ്റെ അടുത്ത് കുറച്ച് മുന്നേ വരെ ചോദിക്കുന്നവരോട് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആൻസർ ചെയ്യാറില്ലായിരുന്നു. ഈ അടുത്തിടെയായിട്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നതിന് മുന്നേ ഒരു പാട്ടിലേക്ക് കടന്നാലോ? അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന നല്ലൊരു സിനിമയിൽ ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി വയലാർ രാമവർമ്മ സാറ് വരികൾ രചിച്ച് യേശുദാസ് സാറ് പാടിയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ളൊരു പാട്ടുണ്ട്. കുഞ്ഞിലൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് പാടാൻ പറഞ്ഞ് നിർബന്ധിക്കുമായിരുന്നു. ഭാവി ചരിത്രം തിരുത്തി എഴുതും ഭാരതയുദ്ധഭൂവിൽ ഇടയൻ തെളിച്ചൊരു ചൈതന്യ ചക്രരഥം ഉടഞ്ഞു വീഴുന്നു, മണ്ണിൽ തകർന്നു വീഴുന്നു. ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു. തത്വശാസ്ത്രങ്ങൾ ഏതോ ചിതയിൽ കത്തിയെരിയുന്നു, കത്തിയെരിയുന്നു. പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശമകലയാണോ? നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതിനുവേണ്ടി കുഞ്ഞുനാൾ മുതലേ പ്രയത്നിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. ചിലപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ ആ സ്വപ്നങ്ങളായിരിക്കാം കേട്ടോ എന്നെ ഒരുപക്ഷെ രക്ഷിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു വീട്, ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ സ്വന്തം വീട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആരെയും കുറ്റം പറയുന്നതല്ല, അന്നത്തെ സാഹചര്യം കൊണ്ട് പലർക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നതായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീട് നഷ്ടപ്പെട്ടത് വളരെ വലിയൊരു വേദനയായിരുന്നു. കാരണം അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. അത്രമാത്രം ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് എൻ്റെ ലൈഫിൽ ഈ സിനിമയുടെ പേര് പോലെ തന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സാഹചര്യം തന്നെയായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായത്. വീട് നഷ്ടപ്പെടുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളടുത്ത് പറയുന്ന തമാശകളില്ലേ, നമുക്ക് പുറകിലൊരാൾ വരുമ്പോൾ, നമുക്ക് പുറകിലൊരു അനിയനോ അനിയത്തിയോ വരുന്ന സമയത്ത്, ഇനി നിന്നെ ആർക്കും വേണ്ട, ഇനി നിന്നടുത്ത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല, ഇനി നിന്നെ അല്ല സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു സ്നേഹം ഒക്കെ നഷ്ടപ്പെടുന്നു, ഇനി ആർക്കും നമ്മളെ വേണ്ട, അങ്ങനെയുള്ളൊരു പെയിൻ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കി എടുക്കാനുണ്ടോ, ഇതൊക്കെ സില്ലി മാറ്ററല്ലേ? പക്ഷേ അത്തരം സില്ലി മാറ്റേഴ്സാണ് ചിലരുടെ ജീവിതത്തിൽ വളരെ ട്രാജഡികളായിട്ട് വരിക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെയിൻഫുള്ളായിരുന്നു. പിന്നീട് അങ്ങോട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ അടുത്ത് കാര്യമായിട്ട് എനിക്ക് സ്നേഹിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നീട് അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ 2025 വരെയും ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നത് വളരെ ദേഷ്യപ്പെട്ടായിരുന്നു. വളരെ ദേഷ്യപ്പെട്ട് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളവർക്ക് അറിയില്ല, അവരുടെ അടുത്ത് ഞാൻ സൗമ്യമായി സംസാരിക്കുമെങ്കിൽ പോലും എനിക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എൻ്റെ കുറച്ച് ആൾക്കാരോടൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടേ സംസാരിച്ചിട്ടുള്ളൂ. കാരണം എന്നെ വേണ്ടാത്ത ആൾക്കാരുടെ കൂടെയാണ് ഞാൻ. എൻ്റെ ഉള്ളിലെ ചിന്തകളാണ് പറയണത് കേട്ടോ. കുഞ്ഞിലേ നമുക്ക് വന്ന ആ ഒരു ട്രോമ അത് പിന്തുടർന്നതാണത്. എന്നെ വേണ്ടാത്ത ഒരു സ്ഥലത്തല്ലേ ഞാൻ, പിന്നെ ഞാൻ എന്തിനു സ്നേഹിക്കണം മറ്റുള്ളവരെ? അങ്ങനത്തെ ചിന്തകളായിരുന്നു. അത് പിന്നീട് വലുതായി ആ സമയത്താണ് പിന്നെ കുറച്ചും കൂടെ മുതിർന്നപ്പോഴാണ് ഈ വീട് നഷ്ടപ്പെടുന്നത്. അതും വലിയൊരു വേദനയായി. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫിൽ
ഈ സിനിമയുടെ പേര് പോലെ തന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സാഹചര്യം തന്നെയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബ്രെയിൻ ചിന്തകൾ, അതായത് മനസ്സ് മൊത്തത്തിൽ സ്റ്റക്കായിപ്പോയി, മോൺ ചെയ്യാൻ പറ്റുന്നില്ല, കഴിഞ്ഞു, ഇനി ലൈഫ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് തായിഷ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയണത്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഇത് ചെയ്താൽ മനസ്സിന് ആശ്വാസം കിട്ടും, ഇത് ചെയ്താൽ സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. കാരണം അത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. അമ്പലങ്ങളായ അമ്പലങ്ങൾ, പള്ളികളായ പള്ളികൾ മാത്രമാണ് എൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത്. എനിക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ അവസ്ഥ, എന്താണ് ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് ആരുടെ അടുത്തും പറയാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ എപ്പോഴൊക്കെ അമ്മ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ബിക്കോസ് വീടില്ല, വീട് വേണം, ഫുൾ ടൈം വീട് 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 എന്നുള്ള ചിന്ത മാത്രമായിരുന്നു എല്ലാവരുടെ ഉള്ളിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കടന്നുപോയി. അങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ട്രൈ ചെയ്യുന്നത്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മനസ്സിൻ്റെ സന്തോഷം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങൾ, ഇതൊക്കെ എനിക്ക് ലഭിച്ചത് ലോ ഓഫ് അട്രാക്ഷനിലെ ഓരോ ടെക്നിക്കുകളും യൂസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ്. മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാണുന്ന ഈ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ കുറച്ചടുത്ത് വരെ എൻ്റെ അടുത്ത് ഈ എന്താ പറയുക, ലോ ഓഫ് അട്രാക്ഷനൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാര്യമായ മറുപടികൾ ഞാൻ കൊടുക്കാറില്ല. ഇപ്പോൾ ഈ ഇടയായിട്ടാണ് ഞാൻ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് ഇപ്പോഴാണ്. അത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഓരോ പ്രോസസ്സിലൂടെയും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഓരോ കാര്യങ്ങളും ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഞാൻ ഓക്കെ ആവാനുണ്ട്, ഇനിയും ഹീലാവാനുണ്ട്. അങ്ങനെ ഹീലാവട്ടെ, ക്ലിയർ ആവട്ടെ. അപ്പോഴല്ലേ ഞാൻ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോഴ്സസ് ചെയ്തു, ഒരുപാട് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്തു. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനം എനിക്ക് ലഭിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മനസ്സ് സ്റ്റക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇനി മൂവ് ഓൺ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും, രക്ഷപ്പെടും. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടു, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, സക്സസ് അങ്ങനെ വിചാരിക്കുന്നതിലും കറക്റ്റായിട്ട് ഒരു ട്രെയിനറുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ എന്ന് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെ നമ്മുടെ ബ്രെയിനെ എങ്ങനെ നമ്മുടെ ചിന്തകളെ അതിലേക്ക് മാറ്റിയെടുക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം, എന്ത് ടെക്നിക്ക് ആണെങ്കിലും അത് ഫലപ്രദമായിരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ ഒരു വീഡിയോ കണ്ടു, നമ്മളത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തു, സക്സസ് ആയി, അങ്ങനെ വിചാരിക്കുന്നതിലും നല്ലത് കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ പോയി കറക്റ്റായിട്ടുള്ള സക്സസ് നേടിയെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇപ്പം ഞാൻ പറയും, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.